Welcome. In this, we see the block diagram explanation of a ventilators. അപ്പോൾ നേരത്തെ ക്ലാസ്സിൽ നമുക്ക് പോസിറ്റീവ് പ്രഷർ എന്താ, നെഗറ്റീവ് പ്രഷർ എന്താ, വെന്റിലേഷൻ എന്താണെന്ന് നോക്കി. ഇനി നമുക്ക് വെന്റിലേറ്റേഴ്സ് എന്താണെന്ന് നോക്കാം. ബ്ലോക്ക് ഡയഗ്രാം. ഈ ബ്ലോക്ക് ഡയഗ്രാമിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ മെയിൻ സോളിനോയിഡ് പറഞ്ഞൊരു ബ്ലോക്കാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയുണ്ട്, ഇതിൽ നമുക്ക് നോക്കിയാൽ മതി. ഇവിടെ എയർ കംപ്രസർ ഉണ്ട്, പിന്നെ മെയിൻ സോളിനോയിഡ് ഉണ്ട്, ബെല്ലോസ് ആൻഡ് മെറ്റൽ, കൺട്രോൾ വാൽവ്, ഓക്സിജൻ സിലിണ്ടർ, പിന്നെ കൺട്രോൾ ഇലക്ട്രോണിക്സ് ഉണ്ട്, പിന്നെ ബാക്ടീരിയൽ ഫിൽറ്റർ ഉണ്ട്, പിന്നെ അതിൻ്റെ താഴെ ഒരു ഹ്യൂമിഡിഫയർ ഉണ്ട്, പിന്നെ അതിൻ്റെ മുകളിൽ നെബുലൈസർ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു പേഷ്യൻ്റ് ഉണ്ട്, ഇവിടെ ഒരു വാൾവ് ഉണ്ട്, പിന്നെ എക്സ്പിരേഷൻ ഔട്ട്ലെറ്റ് ഉണ്ട്. ഈ ഔട്ട്ലെറ്റ് ഡയറക്റ്റ് ആയിട്ട് വന്ന് മെയിൻ സോളിനോയിഡ് കൺട്രോൾ ചെയ്യാം. സോ ഈ ഒരു ഡോട്ടഡ് ലൈനിൽ വെച്ച് കാണിക്കുന്നതാണ് ഇതിൻ്റെ വെന്റിലേറ്റർ യൂണിറ്റ് എന്ന് പറഞ്ഞത്. സോ ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. വർക്കിംഗ് എങ്ങനെ സംഭവിക്കാൻ വെച്ചാൽ ഈ ഒരു പർട്ടിക്കുലർ പേഷ്യൻറ്റിനെ ഇൻസ്പയർ ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുക. അതായത് ഇൻസ്പയർ ചെയ്യാൻ വെച്ചാൽ ഇത് എയർ ലങ്സിലേക്ക് എടുക്കണം. Air will flow from atmosphere to the lungs. That is called as the inspiration. So ആ സമയത്ത് എന്ത് ചെയ്തു, ഔട്ട്സൈഡ് എയർ ഈ ഒരു മെയിൻ സോളിനോയിഡ് എന്ത് ചെയ്യും, ഈ മെയിൻ സോളിനോയിഡ് ഇവിടെ നോക്കാം. ഇവിടെ ഈ ഒരു ബെല്ലോ മെറ്റൽസിൻ്റെ ഈ മെയിൻ സോളിനോയിഡാണ് ഇതിൻ്റെ ഇൻലെറ്റും അപ്പർ ഇതാണ് ബോട്ടം ഇൻലെറ്റ്. S2 പറഞ്ഞ് അവിടെ കാണിക്കുന്നില്ലേ ഇൻലെറ്റ്, അതാണ് ബോട്ടം ഇൻലെറ്റ്. മുകളിലിരിക്കുന്നതാണ് അപ്പർ ഔട്ട്ലെറ്റ്. ഈ ബോട്ടം ഇൻലെറ്റും ഔട്ട്ലെറ്റും കൺട്രോൾ ചെയ്യുന്നത് മെയിൻ സോളിനോയിഡാണ്. ഈവൻ എയർ കംപ്രസറിനെ അടക്കം കൺട്രോൾ ചെയ്യുന്നത് മെയിൻ സോളിനോയിഡ്. ഈ മെയിൻ സോളിനോയിഡിനെ ഇതാണ് മെയിൻ സോളിനോയിഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു കൺട്രോൾ ഇലക്ട്രോണിക്സ് ആണ്. അപ്പോൾ അത് ഉപയോഗിച്ച് നമ്മുടെ ഇത് മുഴുവനും കൺട്രോൾ ചെയ്യും. അതായത് സോ ഇതാണ് ഇതിൻ്റെ മെയിൻ ഒരു കേന്ദ്രം, കൺട്രോളിങ് പാർട്ട്. അപ്പോൾ അതിപ്പോൾ ഒരു പർട്ടിക്കുലർ പേഷ്യൻ്റ് ഒരു ഇൻസ്പിറേഷൻ ചെയ്യണമെങ്കിൽ എന്താ സംഭവിക്കുക, മെയിൻ സോളിനോയിഡ് വരും എയർ കംപ്രസറിന് ഔട്ട്സൈഡ് എയർ ഒന്ന് വലിച്ചെടുത്തോളാൻ പറയും. ഔട്ട്സൈഡ് എയർ അത് വലിച്ചെടുത്തോളാം. അപ്പം എയർ കംപ്രസർ ഒരു ഫിൽട്ടർ ത്രൂ, ഔട്ട്സൈഡ് എയറിനെ ഒരു ഫിൽട്ടർ ത്രൂ ഡയറക്റ്റായിട്ട് മെയിൻ സോളിനോയിഡിലേക്ക് അത് കൊണ്ടുവരും. മെയിൻ സോളിനോയിഡ് എന്ത് ചെയ്തു, ആ എയറിനെ ഡയറക്റ്റായിട്ട് മെറ്റൽ ബെല്ലോസിലേക്ക് ഇൻസെർട്ട് ചെയ്യും. ഈ മെറ്റൽ ബെല്ലോസ് അപ്പോഴത്തേക്ക് താഴെ ഉണ്ടാവും. മെറ്റൽ ബെല്ലോസിൻ്റെ ഈ ഇനീഷ്യൽ സ്റ്റേജ് താഴെ ആയിരിക്കും. ഈ സ്റ്റേജ് ആയിരിക്കും മെറ്റൽ ബെല്ലോസിൻ്റെ. അപ്പോൾ ഇതെന്ത് ചെയ്യും, ഈ എയർ എന്ത് ചെയ്തു, എയർ കംപ്രസറിൽ വരുന്ന മെറ്റൽ സോളിനോയിഡിൽ നിന്ന് താഴത്തെ ബോട്ടം ഇൻലെറ്റ് വാൾവ് അപ്പോഴത്തേക്ക് ഓപ്പൺ ആക്കും. ഇത് മെറ്റൽ സോളിനോയിഡ് ബോട്ടം ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആക്കിയ പാട് എയർ ഡയറക്റ്റായിട്ട് വന്നിട്ട് ഈ ബെല്ലോസിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങ് നിറയും. അതായത് S3 നമ്മൾ കാണിക്കുന്നില്ലേ, അതാണ് ബെല്ലോസ്. അതിൻ്റെ ബെല്ലോസിൻ്റെ ഉള്ളിൽ കൂടെ എയർ നിറയുമ്പോൾ എന്ത് ചെയ്തു, ആ ബെല്ലോസിൻ്റെ ആ സ്പ്രിങ് പോലത്തെ കാണുന്നില്ല, അത് എന്ത് ചെയ്തു, മെല്ലെ എന്ത് ചെയ്തു, മുകളിലോട്ട് പോയി അത് അപ്പർ ഔട്ട്ലെറ്റ്, ഈ ഒരു അപ്പർ ഔട്ട്ലെറ്റ് ഓപ്പൺ ആക്കും. അപ്പർ ഔട്ട്ലെറ്റ് ഓപ്പൺ ആക്കുമ്പോൾ മെയിൻ സോളിനോയിഡ് എന്താക്കും, ബോട്ടം ഇൻലെറ്റ് ക്ലോസ് ചെയ്യും. ബോട്ടം ഇൻലെറ്റ് ക്ലോസ് ചെയ്തിട്ട് അപ്പർ ഔട്ട്ലെറ്റ് ഓപ്പൺ ആക്കും. അപ്പർ ഔട്ട്ലെറ്റ് ഓപ്പൺ ആക്കിയ പാട് നമുക്കിവിടെ കുറച്ച് എയർ ഉണ്ടാവും. അപ്പോൾ ആ എയർ ഡയറക്റ്റായിട്ട് മെയിൻ സോളിനോയിഡ് ത്രൂ എന്ത് ചെയ്തു, ഡയറക്റ്റ് ബാക്ടീരിയൽ ഫിൽറ്ററിലേക്ക് അത് കൊടുക്കും. ബാക്ടീരിയൽ ഫിൽറ്ററിൽ നിന്ന് ആ എയറിൽ നിന്ന് ഉണ്ടാകുന്ന ബാക്ടീരിയാസൊക്കെ ഫിൽറ്റർ ചെയ്ത് എയർ ശുദ്ധമായ എയറാക്കും. പിന്നെ ഹ്യൂമിഡിഫയറിൽ നിന്ന് എയറിൽ ഉണ്ടാവുന്ന ആ ഒരു മോയ്സ്ചർ, വെള്ളത്തിന് അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുത്ത് മാറ്റി കുറച്ചുകൂടെ ഡ്രൈ എയറാക്കി മാറ്റും. പിന്നെ ഡയറക്റ്റ് ഇറ്റ് ഈസ് ബീയിങ് ടു ദി നെബുലൈസറിന് ചില ഒരു പർട്ടിക്കുലർ പേഷ്യൻ്റ് ഒരു എന്തെങ്കിലും ഒരു വിക്സോ അങ്ങനെ എന്തെങ്കിലും ഒരു അസ്താലിനോ അങ്ങനെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു മെഡിസിൻ ഇതിലേക്കൂടെ നെബുലൈസറിൽ ഉണ്ടാവും. ആ നെബുലൈസറിൽ ഈ മെഡിസിനും ഈ എയറും കൂടിയിട്ട് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് ഡയറക്റ്റ് ഇൻസ്പിറേഷനിൽ കൊടുക്കും. അപ്പോൾ ഈ ഇൻസ്പിറേഷൻ കൊടുത്ത ശേഷം ഈ പർട്ടിക്കുലർ പേഷ്യൻ്റ് അത് മുഴുവൻ ഇൻസ്പയർ ചെയ്ത പാട് എന്ത് ചെയ്തു, ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോൾ ആ പേഷ്യൻ്റ് അത് എക്സ്പയർ ചെയ്യും. ആ എക്സ്പിറേഷൻ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യും. ഈ എക്സ്പിറേഷൻ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്തപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു ആരോ കാണാം അല്ലേ, ഈ ഒരു ആരോ കാണാം. ഈ ഒരു ആരോന്ന് അയാൾ എക്സ്പിറേഷൻ ചെയ്തത് മുഴുവനും അറ്റ്മോസ്ഫിയറിലേക്ക് പുറത്തേക്ക് പോകും. അപ്പോൾ ഈ എക്സ്പിറേഷൻ സ്പൈറോമീറ്ററിനെതിൽ നിങ്ങളെ എത്രമാത്രം നിങ്ങൾ എക്സ്പയർ ചെയ്തു എന്ന് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സ്പൈറോമീറ്റർ വേണ്ടുന്നത്.
പിന്നെ ഈ ഒരു ഔട്ട്ലെറ്റ്, അതായത് 2 എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടില്ല ഇവിടെ ഔട്ട്ലെറ്റ്, ആ 2 പറഞ്ഞ ഔട്ട്ലെറ്റ് നിന്ന് ഡയറക്റ്റ് നിങ്ങളുടെ മെയിൻ സോളിനോയിഡിലേക്ക് ഒരു സിഗ്നൽ പോകും. അതായത് ഈ പർട്ടിക്കുലർ പേഴ്സൻ്റെ എക്സ്പിരേഷൻ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്തു, ഇപ്പം തീരാറായി എന്ന് പറയും. ആ സമയത്ത് എന്ത് ചെയ്തു, മെയിൻ സോളിനോയിഡ് കൺട്രോൾ വാൽവിനെ ഓപ്പറേറ്റ് ചെയ്യും. കൺട്രോൾ വാൾ ഓപ്പറേറ്റ് ചെയ്തിട്ട് പറയും ഓക്സിജൻ എൻറിച്ച്ഡ് എയറിന് ഈ സിലിണ്ടറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വലിച്ചെടുക്കാൻ പറയും. വലിച്ചെടുക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്തു, ഈ മെറ്റൽ ബെലോസ് എവിടെ ഉണ്ടായത്, ഇപ്പം മുകളിലല്ലേ ഉണ്ടായത്. അപ്പം മെറ്റൽ ബെലോസ് മുകളിലുണ്ടായിരുന്നു. അപ്പം ഈ ഓക്സിജൻ എൻറിച്ച്ഡ് എയർ കൺട്രോൾ വാളിൽ നിന്ന് വലിച്ചെടുത്ത് ഡയറക്റ്റ് മെറ്റൽ ബെല്ലോസിലേക്ക് കൊടുക്കും. മെറ്റൽ ബെല്ലോസിലേക്ക് കൊടുത്തപാട് ഈ മെറ്റൽ ബെല്ലോസ് മെല്ലെ താവുമ്പോൾ അത്രയൊന്നുമില്ല, കുറച്ച് ഓക്സിജൻ എൻറിച്ച്ഡ് എയർ വരും. അത് മെറ്റൽ ബെല്ലോസ് കുറച്ച് നേരത്തേക്ക് താണപാട് ഇത് ഓഫാക്കിയ ശേഷം മെയിൻ സോളിനോട് എന്ത് ചെയ്തു, ഇപ്പം ഈ എക്സ്പിരേഷൻ തീർന്നു പറഞ്ഞപാട് മെയിൻ സോളിനോട് എയർ കംപ്രസറിനോട് പറയും ഔട്ട്സൈഡ് എയറിൽ നിന്ന് വലിച്ചെടുത്തോളാൻ പറയും. ഔട്ട്സൈഡ് എയർ ഡയറക്റ്റായിട്ട് വലിച്ചെടുത്ത പാട് മെയിൻ സോളിനോട് പറയും ഇനി നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഇനി ഈ ഇൻലെറ്റ് വാൾവ് ഒന്ന് ഓപ്പൺ ചെയ്തോളാൻ പറയും. അപ്പോൾ ഈ ഇൻലെറ്റ് വാൽവ് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഈ ഔട്ട്സൈഡിലെ എയർ മൊത്തം എടുത്തിട്ട് ഈ ഇൻലെറ്റ് വാൾവിൽ കൂടെ അത് പാസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്തു, ഈ ബെല്ലോസ് മെറ്റൽ ചേമ്പർ മെല്ലെ അത് അപ്വേർഡ് മൂവ്മെൻറ്റിലേക്ക് പോകും, അതായത് മുകളിൽ പോകും. അതായത് ഇതിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്തില്ലേ, അപ്പം കൂടുതൽ എയർ വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പ്രഷർ ഇൻക്രീസ് ചെയ്തപ്പോൾ മുകളിലോട്ട് വന്നപ്പം ഈ മെറ്റൽ സോളിനോട് താഴത്തെ അത് ഓഫാക്കാൻ പറയും, താഴത്തത് അത് ക്ലോസ് ആക്കാൻ പറയും, മുകളിലത്തത് ഓൺ ആക്കാൻ പറയും. അപ്പോൾ ഈ എയർ മെല്ലെ മുകളിലേക്ക് കൂടെ പോയി മെറ്റൽ സോളിനോയിഡ് ആ ഒരു അതായത് അപ്പർ ഔട്ട്ലെറ്റിൽ നിന്ന് വരുന്ന എയറിനെ മെറ്റൽ സോളിനോയിഡ് എന്ത് ചെയ്തു, ബാക്ടീരിയൽ ഫിൽറ്ററിൽ കൂടെ വിടും. സോ ഇങ്ങനെയാണ് ഒരു വെന്റിലേഷൻ യൂണിറ്റ് വർക്കിംഗ് നടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ വെച്ചാൽ വാൾവാണ്. ഈ വാൾവ് എന്താക്കും വെച്ചാൽ ഇൻസ്പയർ ചെയ്യുമ്പം ഇൻസ്പിറേഷനിലേക്ക് വാൾവ് ഇത് ഓൺ ചെയ്യും, എക്സ്പയർ ചെയ്യുമ്പം എക്സ്പിരേഷൻ മോഡിലേക്ക് വാൾവ് ഇത് മാറ്റും. അതായത് ഈ വാൾവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വാൾവ് ഇൻസ്പയർ ചെയ്യുമ്പം ഇൻസ്പിരേഷൻ ട്യൂബിലേക്ക് വാൾവ് ഓൺ ചെയ്യും, എക്സ്പയർ ചെയ്യുമ്പോൾ എക്സ്പിരേഷൻ സ്ഥലത്തേക്ക് വാൾവ് ഇൻസ്പിരേഷൻ ഓഫാക്കിയിട്ട് എക്സ്പിരേഷൻ ഓണാക്കും. എക്സ്പിരേഷൻ ഓണാക്കി കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് സ്പൈറോമീറ്ററിലേക്ക് പോകും. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പറേഷൻ. സോ ഇതൊക്കെയാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതും വായിച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. സോ ഡ്യൂറിങ് പേഷ്യൻ്റ് ഇൻസ്പിറേഷൻ ദി കംപ്രസർ ഡ്രോസ് റൂം എയർ ത്രൂ ദി എയർ ഫിൽട്ടർ ആൻഡ് ദെൻ ത്രൂ ദി മെയിൻ സോളിനോയിഡ്. ഇറ്റ് ഫോഴ്സസ് ദി ബോട്ടം ഇൻലെറ്റ് വാൾവ് ഓഫ് ദി ഇൻറ്റേർണൽ ബെല്ലോസ് ഓപ്പൺ ആൻഡ് ഫോഴ്സ് ദി ബോട്ടം ബെല്ലോസ് ചേംബർ ഔട്ട്ലെറ്റ് വാൾവ് ക്ലോസ്. അതായത് ബോട്ടം വാൾവ് അത് ക്ലോസ് ചെയ്തു. That is, bellow is filled with air which is drawn by the compressor. It will come through main solenoid and the inlet. Here the outlet lower is closed, so air fills up in the bellows and volume decreases and pressure increases here. The weight of the bellow is increased, that is increase in pressure inside the bellow cause the bottom bellow outlet valve to open, that is upper outlet valve to open as the main solenoid directs air to the close the inlet bellows chamber valve. That is, main solenoid closes the inlet valve to the bellows. Once air is gone outside through upper outlet to the main solenoid, pressure inside the bellow drops and weight. The weight of the falling bellow draws the oxygen enriched air into it in preparation for the patient inspiration for the next cycle. This step will occur after the completion of inspiration. അതായത് ഒരു പർട്ടിക്കുലർ പേഴ്സൺ ഇൻസ്പിറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തായത് അടുത്ത ഇൻസ്പിറേഷന് മുമ്പേ ഓക്സിജൻ സിലിണ്ടറിൽ നിന്ന് ബെല്ലോസിലേക്ക് വിടും.
air is drawn from the control valve to the bellows. To draw the oxygen enriched air, the bellow must fall downside, and then only oxygen enriched air will enter the bellows, and this will occur after all air in the bellows leave through the upper outlet valve to the patient. Air from the main solenoid passes through a bacterial filter during inspiration. Air from the ventilator patient inspiration passes through a bacterial filter and humidifier. A nebulizer may spray medication to the air. This air forces valve up to close off the spirometer and deliver air to the patient. അതായത് എക്സ്പിറേഷൻ അതിൽ ക്ലോസ് ചെയ്തിട്ട് ഇൻസ്പിറേഷൻ ഓൺ ആക്കും. After the inspiration is turned off by the ventilator, valve 1 drops and patient exhales to the bellows, which as an outlet valve held closed pneumatically by the ventilator unit. അതായത് ഒന്നുമില്ല, ഇത് വാൾവ് എന്ത് ചെയ്തു, ഇൻസ്പിറേഷൻ ക്ലോസ് ചെയ്തിട്ട് എക്സ്പിറേഷൻ ഓപ്പൺ ചെയ്യും. At the end of patient expiration, system electronics trip the main solenoid, thereby initiating the patient inspiration part of the cycle. When the inspiration is completed, main solenoid switches the direction of the pneumatic air to repeat the expiration cycle and so on. So I think you got the concept. എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക, ഞാനത് ഫോൺ മുഖാന്തരം നിങ്ങളോട് പറഞ്ഞുതരാം. ഓക്കെ, ബൈ.